രാജീവൻ്റെ പെണ്ണ് കാണൽ. ഈ കഥ എഴുതിയത് സഹസ്രം പൂജപ്പുര. രാജീവിന് ബൈക്കിൽ സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം. സ്പീഡ് ബൈക്കിങ്ങിൽ കമ്പമുള്ള ചാമ്പ്യൻ. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബൈക്കിൽ ഏറെ ദൂരം സഞ്ചരിക്കുവാൻ അമ്മ സമ്മതിക്കില്ല. ബൈക്കിൻ്റെ ഉടമസ്ഥൻ താനാണെങ്കിലും ചാവി അമ്മയുടെ കസ്റ്റഡിയിലാണ്. ഓരോ തവണയും എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോൾ തിരിച്ചു വരും എന്നൊക്കെ അമ്മ പറഞ്ഞ് ബോധിപ്പിച്ചാലേ ചാവി അമ്മ റിലീസ് ചെയ്യുകയുള്ളൂ. ബൈക്കിൽ ദൂരയാത്രയ്ക്കൊന്നും അനുവാദമില്ല. 10 കിലോമീറ്ററിൽ കൂടുതൽ യാത്രകൾക്കെല്ലാം പൊതുഗതാഗത വാഹനങ്ങൾ തന്നെ ശരണം. ഓഫീസിന് പോകുവാൻ ചാവി ചോദിക്കുമ്പോൾ അമ്മ പറയും, മോനെ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ, അന്ന് ചാവി ഈ അമ്മ നിൻ്റെ കയ്യിൽ എന്നേക്കുമായി തന്നേക്കാം. അതുവരെ ചാവി അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിൻ്റെ ജീവൻ്റെ ഒരു കരുതലായി അത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. നീ ബൈക്കിൽ കയറിയാൽ പറക്കും, അമ്മയെ മറക്കും. നിന്നെ കണ്ട് മതിയായില്ല എനിക്കിപ്പോഴും. നീ ബൈക്കിൽ കയറിയാൽ വയറ്റിൽ തീയാ എനിക്ക് വയസ്സാങ്കാലത്ത് തീ തിന്നുവാനൊന്നും വയ്യ. ബിടെക് പരീക്ഷ സപ്ലിയൊന്നും കൂടാതെ നല്ല ഗ്രേഡോടുകൂടി പാസ്സായപ്പോൾ അമ്മാവൻ സമ്മാനിച്ചതാണ് പൾസർ ബൈക്ക്. ഓടിക്കുവാനുള്ള അമ്മയുടെ പൊതു നിയന്ത്രണങ്ങൾ പാലിച്ച് അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ സ്പോൺസർമാർ ഈ വക നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് താൻ ബൈക്ക് ഓടിക്കുന്നു എന്ന വിവരം കൂട്ടുകാരായ ചെത്ത് പിള്ളേരോട് പറയാൻ പറ്റില്ലല്ലോ. കളിയാക്കി അവർ തന്നെ ഭിത്തിയിൽ ചേർത്ത് ഒട്ടിച്ചാലോ, ഒറ്റപ്പെടുത്തിയാലോ എന്ന പേടി മനസ്സിലുള്ളതുകൊണ്ട് രാജീവൻ ഈ വക കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയില്ല. എന്ത് ആരോട് എപ്പോൾ പറയണമെന്ന് അവന് നന്നായിട്ട് അറിയാം. വിവേകപൂർവമായി ചില സത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ, അസത്യങ്ങൾ പറയാതിരിക്കുന്നത് പലപ്പോഴും ഗുണം ചെയ്യും എന്ന് അനുഭവത്തിൽ നിന്നും രാജീവന് മനസ്സിലായിട്ടുണ്ട്. വീട്ടുകാർക്കായാലും കൂട്ടുകാർക്കായാലും തൻ്റെ സ്വകാര്യതയിൽ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അയാൾ. അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചു ബൈക്ക് ഓടിക്കുവാൻ രാജീവൻ ഒരിക്കലും തുനിഞ്ഞിട്ടുമില്ല. അത് അയാളെ കൊണ്ട് സാധിക്കില്ല. പെറ്റമ്മയുടെ കരുതൽ അത്ര കാതലാണ്. ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇന്ന് രണ്ട് വർഷമായി. വൈദ്യുതി ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി നിയമനം കിട്ടിയിട്ട് രാജീവൻ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സമയക്കുറവ്. ഒന്നിനും സമയം തികയുന്നില്ല. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ദിനവും പോയി വരാൻ തന്നെ 4 മണിക്കൂർ സമയം വേണ്ടിവരും. 2 മണിക്കൂർ പോകാനും 2 മണിക്കൂർ തിരിച്ചു വരാനും. വീട്ടിൽ നിന്നും 60 കിലോമീറ്ററിലേക്ക് അതിനേക്കാൾ ദൂരം കൂടുതലുണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോക്കുവരവ്. മഞ്ഞു പെയ്യുന്ന മലമടകൾക്കിടയിൽ കൂടിയുള്ള ബസ് യാത്ര ആദ്യമൊക്കെ കണ്ണിനും മനസ്സിനും ഒരുപോലെ വിരുന്നൊരുക്കിയെങ്കിലും ദിനമുള്ള ആവർത്തന വിരസതയിൽ ഇപ്പോൾ അയാൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒരു മാറ്റത്തിനായി ബൈക്ക് ഓടിച്ചു പോയി വരുവാൻ അമ്മ സമ്മതിക്കത്തുമില്ല. യാത്രാക്ഷീണം പലപ്പോഴും വല്ലാതെ അലട്ടിയിരുന്നു. കൂട്ടുകാർ പലരും ഇപ്പോഴേ ജോലിയൊന്നും ആവാതെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു സ്ഥിര ജോലി, അതും സർക്കാർ ജോലി നാട്ടിൽ തന്നെ കിട്ടിയപ്പോൾ ഏറെ അഭിമാനത്തോടും പ്രായത്തിൻ്റെ അഹന്തയോടും കൂടി രാജീവൻ ജോലി സ്വീകരിച്ചു. ചെയ്യുന്ന ജോലിയിൽ രാജീവിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിലും എന്നുമുള്ള ഈ ദീർഘദൂര ബസ് യാത്ര ശരീരത്തിനേൽപ്പിക്കുന്ന ക്ഷതങ്ങളെ ഓർത്ത് സന്തോഷക്കുറവുമുണ്ട്. കൊറോണ കാലത്ത് ബസ് യാത്രയ്ക്ക് ഒരു സുഖമുണ്ട്. തിരക്ക് നന്നേ കുറവുണ്ട്. അത്യാവശ്യക്കാർ മാത്രം യാത്ര ചെയ്യുന്നതുകൊണ്ട് ബസ്സുകളൊന്നും ആൾക്കാരെ കുത്തി നിറയ്ക്കുന്നില്ല. ഏറിയാൽ 20ഓ 25ഓ പേർ മാത്രം. വൈകിട്ടത്തെ തിരിച്ചുള്ള യാത്രയിൽ അത്രയും പോലും യാത്രക്കാർ ചിലപ്പോൾ കാണില്ല. ചില ദുർനിമിത്തങ്ങൾ നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. അതിലൊന്നാണ് കൊറോണ എന്ന വിപത്തും. ദൃശ്യമല്ലാത്ത കൊറോണ ആണോ ദൃശ്യമായതൊക്കെയും നിയന്ത്രിക്കുന്ന അവസ്ഥ ഭയാനകത്തിലുപരി ആശങ്കാജനകമാണ്. അടുത്ത ആർക്കാ എന്താണെന്ന് ഒരു ഉറപ്പുമില്ല. ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും എല്ലാം ഒറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ മനുഷ്യൻ എന്ന സമൂഹ ജീവിയെ ഏറെ ദുർബലപ്പെടുത്തി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് രാജീവൻ തീൻമേശയിൽ വന്നിരുന്നു. അമ്മ വിളമ്പിയ അപ്പവും കടലക്കറിയും കഴിച്ചു. ചായയും കുടിച്ചു. ഹോട്ട് പാക്കിൽ ഉച്ചയൂണും കുപ്പിയിൽ ജീരകവെള്ളവും അമ്മ ബാഗിലാക്കി വച്ചിരുന്നു. അല്ലെങ്കിൽ ഉച്ചയൂണ് പാത്രമെടുക്കാൻ താൻ മറന്നുപോകുമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയുടെ കരുതൽ തണലിൽ താൻ ഭദ്രമായി വളർന്നു. വഴിക്കണ്ണുമായി അമ്മ തന്നെ യാത്ര അയക്കാൻ പടിപ്പുര വരെ വന്നു. എന്നുമുള്ള പതിവാണ്. വയ്യെങ്കിലും നിഴല് പോലെ തന്നെ അനുഗമിക്കും. എന്നും എവിടെയും എപ്പോഴും അന്നും ഇന്നും എന്നും ആ അമ്മ. എടാ മോനെ, നീ ഓഫീസിലെത്തിയാൽ ഉടനെ വിളിക്കണം കേട്ടോ. നിൻ്റെ വിളി കേട്ടിട്ടേ ഞാൻ കാപ്പി കഴിക്കൂ. അമ്മ ഞാൻ വിളിച്ചോളാം. കാപ്പി കഴിക്കാൻ താമസിക്കേണ്ട. എൻ്റെ വിളിക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട. അങ്ങനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അമ്മ തൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കും. തൻ്റെ വിളി മറുതലയ്ക്കൽ കേട്ടുകഴിഞ്ഞ് അമ്മ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കും.
ഇത് നന്നായി മനസ്സിലാക്കിയ രാജീവൻ കിട്ടുന്ന ആദ്യ ബസ്സിൽ കയറി ഓഫീസിലെത്തും. അമ്മ തൻ്റെ വിളിയും കാത്ത് സ്വയം വിളമ്പിയ ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്ന ദൃശ്യം രാജീവൻ്റെ മനസ്സിൽ തെളിയും. ഉടനെ അമ്മയെ വിളിച്ചു പറയും താൻ ഓഫീസിലെത്തിയെന്ന്. ആ അമ്മയുടെ കരുതലിന് മറുപടി എന്നോണം എത്തുന്ന ആ ഫോൺ വിളിക്ക് അങ്ങേ തലയ്ക്കൽ അമ്മ പറയും, മോൻ എത്തിയോ? ആ, ഇനി അമ്മ കഴിച്ചോളാം. അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും വല്ലാത്തൊരാശ്വാസം. ഇതാണ് പതിവ്. ഭൂമിയോളം ക്ഷമയും കരുതലുമുള്ള ഒരു അപാര സൃഷ്ടി അമ്മയെന്ന സ്ത്രീജന്മം. രാജീവൻ മനസ്സിൽ അമ്മയെ ഓർത്ത് നിശ്വാസം വിട്ടു. അമ്മയുടെ കരുതലിലും കാവലിലും താൻ എത്ര സുരക്ഷിതരാണെന്ന് അനുഭവപ്പെട്ട മാത്രകൾ, ജീവൻ തുടിപ്പുകൾ, ആ ഓർമ്മ നിമിഷങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചകളിലും നിർബന്ധമായി ചെയ്യേണ്ട ചില റിപ്പോർട്ടുകൾ രാജീവനുണ്ടായിരുന്നു. ഓഫീസിൽ കഴിവതും നേരത്തെ എത്തുക ശീലമായത്. അങ്ങനെ അക്ഷമനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ ഒരു പെൺകുട്ടി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം രാജീവനുണ്ടായി. തിരിഞ്ഞു നോക്കാൻ ഒരു ധൈര്യക്കുറവ് പോലെ. അവൾ എന്ത് വിചാരിക്കും? വേണ്ട, നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, അത് മോശമാണ്, അവൾ തന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചാലോ? അപ്പോഴേക്കും കാത്തു നിന്ന് ബസ്സെത്തി. യാത്രക്കാർ നന്നേ കുറവ്. ബസ്സിൽ കയറിക്കൂടി രാജീവിന് ഏതാണ്ട് മധ്യഭാഗത്ത് ഇടതുവശം ജനാലക്കരികിൽ സീറ്റും കിട്ടി. കണ്ടക്ടറുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ആ പെൺകുട്ടി തൊട്ട് പിന്നിലത്തെ സീറ്റിലിരിക്കുന്നു. വീണ്ടും തന്നെ നോക്കുന്നു. ടിക്കറ്റിൻ്റെ കാശ് കൊടുത്ത് സീറ്റിൽ അമർന്നിരിക്കവേ ലജ്ജ കൊണ്ട് താൻ ചൂളിയതുപോലെ തോന്നി. ആ കുട്ടിയെ മുമ്പൊന്നും ഈ വഴിക്ക് കണ്ടിട്ടില്ല. ആ കുട്ടി എന്തിനാ നോക്കുന്നത്? എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഇപ്പോഴും നോക്കുന്നുണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. കഴുത്ത് തിരിച്ച് പിന്നോക്കാം. അത് ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ നോക്കുക എന്നാൽ മോശം, വളരെ മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്നത് ശരിയല്ല എന്നൊരു മനസ്സ് പറയുമ്പോൾ മറുമനസ്സ് അതിൽ തെറ്റൊന്നുമില്ല എന്ന് അയാളെ പ്രോത്സാഹിപ്പിച്ചു, ധൈര്യം പകർന്നു. ഇങ്ങനെ ഇരു മനസ്സുകളുടെ മനസാക്ഷി കോടതിയിൽ അനുരാഗ വികാരങ്ങൾ വിചാരണ ചെയ്യപ്പെടവേ പൊടുന്നനവേ ഇറങ്ങേണ്ട സ്റ്റോപ്പെത്തി. അയാൾ സീറ്റിൽ നിന്നും എണീറ്റു. അവൻ്റെ കണ്ണുകൾ അവൻ അറിയാതെ അവളെ പരതിയോ? കണ്ടില്ല. അവളെ കണ്ടില്ല. ബസ്സിറങ്ങി ഓഫീസിലോട്ട് ധൃതി പിടിച്ച് നടക്കവേ എന്തോ നഷ്ടപ്പെട്ടൊരു തോന്നൽ അയാളെ അലട്ടി. ആകെ ഒരു ആലസ്യം. ഇങ്ങനൊരവസ്ഥ തോന്നൽ അയാൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് സീറ്റിൽ ആലോചനാ നിമഗ്നനായി അമർന്നിരുന്നു. പതിവില്ലാത്തൊരു പരിഭ്രമം അയാൾക്ക് അനുഭവപ്പെട്ടു. എല്ലാം ഒരു തോന്നലായിരിക്കുമെന്ന് സ്വയം സമാധാനിപ്പിക്കാൻ അയാൾ ശ്രമിക്കവേ മനസ്സെന്ന കുതിരയുടെ കടിഞ്ഞാൻ പിടി വിട്ടതുപോലെ അയാൾ അസ്വസ്ഥനായി. 2 വട്ടം തന്നെ നോക്കിയ ആ സുന്ദരി ആരായിരിക്കും? തൻ്റെ മനസ്സിൻ്റെ ജനാലയുടെ ഒരു പാളി തുറന്നു. തന്നിലേക്ക് അവൾ വീണ്ടും കൺമുന എറിയുന്നത് പോലെ അയാൾക്ക് തോന്നിത്തുടങ്ങി. അവളുടെ കണ്ണുകളിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നു. കൺമഷിയല്ല, അത് വായിച്ചെടുക്കാൻ അയാൾ ശ്രമിച്ചു. അതിലെ വരികൾക്ക് വിശ്വപ്രണയ കാവ്യത്തിലെ ഏടുകളിൽ ചാലിച്ചെടുത്ത ചാരുത. അവളുടെ കണ്ണുകൾക്ക് എന്ത് വശ്യത! കടക്കണ്ണിൽ പ്രേമാഗ്നി പടരുന്ന പോലെ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന കണക്കെ അവളുടെ കൺമുനകൾക്ക് എന്താ ഭാര ആവശ്യത! ഏതൊരു പുരുഷനെയും കവിയാക്കാൻ പോരുന്ന സ്ത്രീ സൗന്ദര്യവും നോട്ടവും. രാജീവൻ സാറേ, ദേ സൂപ്രണ്ട് സാറ് വിളിക്കുന്നു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. പ്യൂൺ വന്ന് തൊട്ട് വിളിച്ചപ്പോഴാണ് രാജീവൻ ഞെട്ടി ഉണർന്നത്. മേലധികാരുടെ റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ സമയമേറെ കടന്നുപോയി. തിരിച്ച് സീറ്റിൽ വന്നിരുന്നപ്പോൾ മേശപ്പെടുത്തുന്ന മൊബൈൽ ഫോൺ ശ്രദ്ധിക്കുന്നു. അമ്മയുടെ 5 മിസ്ഡ് കോൾ. മോനെ, നീ എന്താ വിളിക്കാത്തെ? ബസ് കിട്ടാൻ താമസിച്ചോ? തൻ്റെ പതിവ് ഫോണിൽ കിട്ടാത്തതിൽ അമ്മയുടെ പരിഭവം. അമ്മ കഴിച്ചോ? തിരക്കായി പോയമ്മേ എന്ന തൻ്റെ മറുപടിയിൽ അമ്മ വിശ്വസിച്ചു. ശരിയെങ്കിൽ മോൻ ഫോൺ വെച്ചോ. അങ്ങേ തലയ്ക്കൽ അമ്മയുടെ മറുപടി. ഒരു വല്ലാത്ത കുറ്റബോധം അവനെ അലട്ടി. പാവം അമ്മ ഇത്രയും നേരം എൻ്റെ ഫോൺ വിളിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന് കാണും. ഇപ്പോൾ സമാധാനത്തോട് ഭക്ഷണം കഴിക്കുകയായിരിക്കും. പിടിപ്പത് പണിയുണ്ടായിരുന്നത് കൊണ്ടും രാവിലെ തന്നെ കടാക്ഷിച്ച സുന്ദരിയുടെ ചിന്തകൾ അവനെ തീരെ അലട്ടിയില്ല. ജോലിയിൽ ആശ്വാസം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. ജോലിയുടെ സമ്മർദ്ദത്തിൽ ഒരുവൻ മുഴുകിയാൽ മനസ്സെല്ലാം മറക്കും. വൈകുന്നേരം ബസ്സിൻ്റെ സമയം കണക്കാക്കിയ രാജീവൻ ഓഫീസിൽ നിന്നിറങ്ങും. സമീപത്താണ് ബസ് സ്റ്റോപ്പ്. ഓഫീസിൽ റൂം ജനാല വഴി നോക്കി ബസ് വരുന്നതും കണ്ടിറങ്ങിയാൽ മതി. വൈകുന്നേരം 5:45 ബസ് വിട്ടാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ അടുത്ത ബസ്. വീട്ടിലെത്താൻ ഏറെ വൈകും. അമ്മ വീട്ടിൽ തനിച്ചായതുകൊണ്ട് 5:45 ലോക്കൽ ബസ് അവൻ ഒരിക്കലും മിസ്സാക്കാറില്ല. അടുത്ത ദിവസം 2ാം ശനിയാഴ്ച അവധി ദിവസമായതുകൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി മേലധികാരി ഏൽപ്പിച്ചിട്ടാണ് രാജീവൻ ബസ് സ്റ്റോപ്പിൽ വന്നത്. യാത്രക്കാർ നന്നേ കുറവ്, തിരക്കൊന്നുമില്ല. റോഡുകളെല്ലാം വിജനം. സജീവമായ ടൗൺ കൊറോണ ഭീതിയിൽ നിർജീവം. കടകളിൽ ആൾക്കാർ കുറവ്. ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള തട്ടുകടകളൊന്നും ഇപ്പോൾ കാണാറേയില്ല.
ജാഗ്രതയിൽ ഭീതിയിൽ മനുഷ്യജീവൻ്റെ അതിജീവനം. ബസ്സിൽ 4 പേരെ കയറാനുണ്ടായിരുന്നുള്ളൂ. ബസ്സിലെ സീറ്റുകളെല്ലാം ശൂന്യം. ആനവണ്ടിയിൽ മൊത്തം 9 യാത്രക്കാർ മാത്രം. പതിവ് യാത്രക്കാരനായതുകൊണ്ട് കണ്ടക്ടർക്ക് തന്നെ നന്നായി അറിയാം. ടിക്കറ്റ് എടുത്ത് ഇയർഫോൺ കാതുകളിൽ തിരികെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിച്ച് യാത്ര തുടരവേ അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിന്നു. കയറാൻ ആളെയൊന്നും അയാൾ കണ്ടില്ല. ഒരുപക്ഷെ ഇറങ്ങാൻ ആളുണ്ടാവും. കണ്ണുകൾ മൂടി ഗാനാസ്വാദനം തുടരവേ തൊട്ട് മുന്നിലത്തെ സീറ്റിൽ വന്നിരുന്ന പെൺകുട്ടിയെ രാജീവൻ ശ്രദ്ധിച്ചതേയില്ല. കണ്ടക്ടർ അടുത്തു വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ കൊടുത്ത് അവളോട് ചില്ലറ തരാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടു. ചില്ലറ ഇല്ലായ്മയിൽ നിസ്സഹായത പ്രകടിപ്പിച്ചവൾ പുറംതിരിഞ്ഞ് രാജീവൻ്റെ കൈത്തണ്ടയിൽ ബലമായി സ്പർശിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ 500 ചില്ലറയുണ്ടോ തരാൻ? ഞെട്ടി ഉണർന്ന് അവൻ കണ്ടു. അതെ, അവൾ തന്നെ. അതേ കണ്ണുകൾ, അതേ നോട്ടം. ദേ, അവൾ തൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്നു. തന്നോട് എന്തോ പറയുന്നു, എന്തോ ചോദിക്കുന്നു. തൻ്റെ നേർക്ക് നീട്ടിയ കൈകളിൽ 500 നോട്ട്. ചേട്ടാ ചില്ലറതാ. നോട്ടം പിൻവലിക്കാതെ ചെറുപുഞ്ചിരിയോടെ അവൾ മൊഴിഞ്ഞു. ആ കണ്ണുകളിൽ നോക്കിയിരിക്കാൻ എന്തു രസം. കരിവണ്ടുകൾ പോലെ മനോഹരമായ മിഴിയിണകൾ. അവനും നോട്ടം പിൻവലിക്കാതെ നീട്ടിയ നോട്ട് വാങ്ങി പാൻസ് പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് തപ്പി നോക്കി. കഷ്ടിച്ച് 400 രൂപയുള്ളൂ. അവൻ 500 നോട്ട് മടക്കി കൊടുത്തിട്ട് പറഞ്ഞു, സോറി, ചില്ലറ തികയില്ല. 100 രൂപയുടെ കുറവുണ്ട്. അത് സാരമില്ല, ഉള്ളത് മതി ചേട്ടാ, അതിങ്ങ് താ. ടിക്കറ്റ് എടുക്കുവാൻ അത് മതി. കണ്ണുകൾ ചിമ്മിക്കൊണ്ടവൾ കള്ളച്ചിരിയോടവൾ തിരിഞ്ഞു. പിന്നെയും പറഞ്ഞു. അവൾ നോട്ട് തിരികെ വാങ്ങിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവളോട് പറഞ്ഞു, നീ ഇത് തിരിച്ചു വാങ്ങിച്ചു വയ്ക്ക്, നിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. കഴുത്ത് പുറകോട്ട് തിരിച്ച് അവൾ തന്നെ പിന്നെയും അർത്ഥവത്തായി നോക്കി. ആ കണ്ണുകൾ തന്നോട് എന്തോ പറയാൻ വെമ്പുന്നത് പോലെ തോന്നി. മനസ്സോടും കൈനീട്ടി നോട്ട് തിരികെ വാങ്ങിയവേ അവളുടെ ചുണ്ടുകൾ അവനോട് മന്ത്രിച്ചു, എൻ്റെ ടിക്കറ്റ് നീയല്ല, ചേട്ടൻ എടുക്കുവോ? അത് ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? മറുപടിയായി അവൻ ഇടക്കണ്ണാൽ നോക്കി അവളോട് പറഞ്ഞു, നിനക്ക് 100 രൂപ ചില്ലറ കുറവ് തരുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ട് എനിക്കുണ്ടാവില്ല, അത് ഉറപ്പ്. കണ്ടക്ടർ തിരികെ വന്നപ്പോൾ അവൻ അവളുടെ ടിക്കറ്റ് എടുത്ത് നൽകി. അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് തൻ്റെ സ്റ്റോപ്പിന് തൊട്ട് പിറകിലത്തെ സ്റ്റോപ്പ്. വരുമ്പോൾ തൊട്ടു പിറകിലും തിരികെ പോകുമ്പോൾ തൊട്ടു മുന്നിലും ഇരുന്ന് യാത്ര ചെയ്യുന്ന ഇവളായിരിക്കുമോ ഒരു പക്ഷേ അമ്മ കൂടെ കെട്ടിക്കൊണ്ടുവരാൻ പറയുന്ന തൻ്റെ പെൺകുട്ടി? ജനാലയിൽ കൂടി കടന്നെത്തുന്ന തണുത്ത കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു തൻ്റെ കൈത്തണ്ടയെ തലോടുന്നു. ആ കാറ്റിനും അവളുടെ സുഗന്ധം. എന്തൊക്കെയോ മിണ്ടാൻ തോന്നുന്നു. ഒരു ഗദ്ഗതത്തിൽ ശബ്ദം ഇടറിയ പോലെ. ബസ് പൊടുന്നനവെ നിന്നു. അവളുടെ സ്റ്റോപ്പെത്തി. അവൾ എണീറ്റു, തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുക, ഇനിയും കാണാം ഇതുപോലെ. ടിക്കറ്റിൻ്റെ കടം തിരിച്ച് ചോദിക്കണ്ട, ഞാനതൊരു കടമായി കാണുന്നില്ല. ബായ്, ഹാവ് എ നൈസ് ഡേ. അവൾ ബസ് ഇറങ്ങിപ്പോയി. അവൾ ഇറങ്ങിപ്പോയപ്പോൾ എന്തോ ഒരു നഷ്ടബോധം പിന്നെയും രാജീവനുണ്ടായി. മടുപ്പിക്കുന്ന വൈകുന്നേരത്തെ ബസ് യാത്ര പക്ഷെ അന്നൊരു മധുര അനുഭവമായി തോന്നി. യാത്രയ്ക്ക് ദൈർഘ്യം കുറഞ്ഞതുപോലെ, എല്ലാം പെട്ടെന്ന് അവസാനിച്ച പോലെ ഒരു തോന്നൽ. അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണ്. മനസ്സുകൾ അടുക്കുമ്പോൾ സമയം പെട്ടെന്ന് തീർന്നു പോവും, അകലുമ്പോൾ സമയം ദൈർഘ്യമേറിയും. കാലചക്രത്തിൻ്റെ ഒരു വികൃതി. ചിന്താമഗ്നനായി വീട്ടിലെത്തിയ രാജീവൻ കണ്ടത് വരാന്തയിൽ പിള്ളേർ ഓടിക്കളിക്കുന്നു. 3 അമ്മാവന്മാരും മുഴുവൻ കുടുംബവും അവിടെ സന്നിഹിതരാണ്. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്നിടയിൽ ഇളയമ്മാവൻ തൻ്റെ അടുത്ത് വന്ന് ചെവിയിലൂതി, എടാ രാജീവേ, നിൻ്റെ കല്യാണം നിശ്ചയിക്കാനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. പെണ്ണ് കാണാൻ സുന്ദരി കുട്ടിയാ, മിടിക്കുക. പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് ജോലി. ഇപ്പോൾ ജോലി കിട്ടിയതേ ഉള്ളൂ. നിൻ്റെ ഓഫീസിനടുത്താണ് അവളും ജോലി ചെയ്യുന്നത് കേട്ടു. ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ അമ്മാവൻ മൊബൈൽ കാണിച്ചു. ഫോട്ടോ കണ്ടതും രാജീവൻ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ശരിക്കും ഇതാണോ പെണ്ണ്? രാജീവന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അമ്മാവൻ ഉറപ്പായി പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് പെണ്ണ്. എന്താ, നിനക്ക് ബോധിച്ചില്ലേ? നീ പോയി കുളിച്ച് വേഷം മാറി വാ, നമുക്ക് സംസാരിക്കാം. രാജീവിനൊന്നും വിശ്വസിക്കാനായില്ല. ബസ്സിൽ കണ്ട പെണ്ണും അമ്മാവൻ കാണിച്ച ഫോട്ടോയിലെ പെണ്ണും ഒന്നാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. പെണ്ണ് കാണൽ ചടങ്ങ് ബസ്സിൽ നടന്ന വിവരം തൽക്കാലം ഇവരാരും അറിയണ്ട. രാജീവൻ ആത്മകഥമെന്നോണം പറഞ്ഞു കുളിച്ച് വേഷം മാറി അമ്മായിയമ്മന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ അമ്മ ബൈക്കിൻ്റെ ചാവി എടുത്ത് എൻ്റെ മുന്നിൽ നീട്ടിയിട്ടു. സ്നേഹത്തോടെ തൻ്റെ നെറുകയിൽ തലോടിയിട്ട് പറഞ്ഞു, മോനെ, ദേ ഈ ചാവി നീ തന്നെ ഇനി സൂക്ഷിച്ചാൽ മതി. അതിനുള്ള പ്രാപ്തിയൊക്കെ മോനായിട്ടുണ്ട്. നിനക്കുള്ള പെണ്ണ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണ് കാണാൻ ഈ ഞായറാഴ്ച പോകണം. അമ്മയുടെ കണ്ണുകളിലെ അർത്ഥവർത്ഥായ നോട്ടവും കുസൃതിച്ചിരിയും പറയാതെ പറയുന്നു, അമ്മയും മോൻ്റെയും ഇഷ്ടം ഒന്ന് തന്നെയെന്ന്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.